the book world. അപ്പോൾ ഇന്ന് ഒരു ബുക്ക് ഹൗൾ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഉള്ളവർക്ക് അറിയായിരിക്കും, പാളയത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരു ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് എന്നത്. നമുക്ക് 2 ബോക്സസ് ലൈക്ക് 1500-നും 2500-നും ബോക്സ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടം പോലെ, അതായത് ആ ബോക്സ് ഫില്ലാവുന്നവരേക്കും ബുക്ക് നിറയ്ക്കാം. അപ്പം ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഈ ഒരു ഫെസ്റ്റിവലിനെ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയ അത്രയും ബുക്സ് എനിക്ക് ലൈക്ക് ബോക്സിൽ ഫില്ലാവുന്ന അതല്ല ഞാൻ പറയുന്നത്, ആ ബുക്സിൻ്റെ ഒരു കളക്ഷൻ എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയ ബുക്സ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഇപ്പം എനിക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ബുക്സ് വേണമെന്നുണ്ടായിരുന്നു, അതൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഈ കാഫ്കയുടെ ഒക്കെ ബുക്സ് സോൾഡ് ഔട്ട് ആയിരുന്നു, അപ്പോൾ അതൊക്കെ അവർക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യായിരുന്നു. അപ്പം അതിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയനില്ല. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. കാരണം ലാഭമാണ് നമുക്ക് ഇത്രയും ബുക്സ് ഈ ഒരു 1500 റുപ്പീസിനുള്ളിൽ എടുക്കുന്നതെന്ന് ഈ ബോക്സിൽ എടുക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു, അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. നമുക്ക് ബുക്ക് ഹൗളിലേക്ക് പോവാം. ഞാൻ എടുത്ത 1500 ബോക്സ് ആണ് കേട്ടോ. അൺബോക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ അപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഒരു ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്സിലേക്ക് പോകാം. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പെട്ടി നിറയെ ബുക്സ് ഉണ്ട്. ലൈക്ക് ലിമിറ്റ് ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ബോക്സിൽ 10 ബുക്സ് ഫില്ലാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ലിമിറ്റ് ഒന്നുമില്ല. ഈ ബോക്സിൽ എത്ര ബുക്ക് കുത്തിക്കയറ്റാൻ പറ്റുമോ അത്രയും കുത്തിക്കയറ്റാം. പക്ഷെ ഒരു കണ്ടീഷൻ എന്നുള്ളത് ബോക്സ് ക്ലോസ് ചെയ്യാൻ പറ്റണം. ബോക്സ് ഇങ്ങനെ തുറന്നിരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ബുദ്ധിയിൽ പറ്റുന്ന അത്ര ബുക്സ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇതിൽ ഏറ്റവും സന്തോഷത്തോടെ എടുത്തൊരു ബുക്ക്. പ്രിയങ്ക ചോപ്രയുടെ അൺഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ കുറേ കണ്ടിരുന്നു ഈ ഒരു ബുക്കിനെ പറ്റിയൊക്കെ, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ബോക്സിനുള്ളിൽ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് അലക്സ് ബെറൻസന്റെ ദ ഗോസ്റ്റ് ഏജന്റ്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ബുക്സ് ഡിറ്റക്റ്റീവ് പോലത്തെ ബുക്സ് കണ്ടിട്ട് എടുത്തതാണ്. സോ ദ ഗോസ്റ്റ് ഏജന്റ് ബുക്ക് എന്ന് പറയുന്നത് മാർക്ക് ബില്ലിംഗമിന്റെ ദ ബേണിംഗ് ഗേൾ എന്നൊരു ബുക്കാണ്. അടുത്ത ബുക്ക് കെവിൻ ജാരഡ് ഹൊസൈൻ്റെ ഹംഗ്രി ഗോസ്റ്റ്സ്. ഇതൊക്കെ ഫിക്ഷൻ ആണ് കേട്ടോ. ഞാൻ നോൺ ഫിക്ഷൻ എനിക്ക് തോന്നുന്നു അൺഫിനിഷ്ഡ് മാത്രമേ എടുത്തത്. മൈക്കിൾ മുർപുർഗോയിൻ്റെ 4 ബുക്ക് ഞാൻ എടുത്തിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. ഞാനത് കിട്ടുമ്പോൾ കാണിച്ചു തരാം. എന്താ ഈ 4 ബുക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മൈക്കിൾ മുർപുർഗോയിൻ്റെ ദ വ്രെക്ക് ഓഫ് ദ സൻസിബാർ. പിന്നെ വൈ ദ വെയിൽസ് കെയിം, പിന്നെ ദ അമേസിംഗ് സ്റ്റോറി ഓഫ് അഡോൾഫസ് സ്റ്റെപ്സ് ബൈ മൈക്കിൾ മുർപുർഗോ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടൊറോ. ഓക്കെ, ടൊറോ. ഇത്രയുമാണ് ഞാൻ മൈക്കിൾ മുർപുർഗോ. പിന്നെ എത്ര ബുക്കായി? 3, 4, 5, 6, 7, 8 ബുക്സ്. അടുത്തതാ ഇനിയും നിറയുണ്ട്. ഇത് കാണിച്ചു കൊടുക്കും ബോക്സ്. കണ്ടോ, ഇനി ഇത്രയുണ്ട്. അടുത്തത് ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി തോന്നി. ഇപ്പം അൺഫിനിഷ്ഡ് കഴിഞ്ഞ് ചിലപ്പം എനിക്ക് രണ്ടാമത് നല്ല ഇൻട്രസ്റ്റ് തോന്നി എടുത്ത ബുക്ക് ഇതായിരിക്കും. ദേരാ സച്ച് സൗദ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഡിക്കേഡ് ലോങ് ഇൻവെസ്റ്റിഗേഷൻ ബൈ അനുരാഗ് ത്രിപാഠി. അപ്പം ഈ ബുക്കും ഞാൻ ഓൺലൈൻ തന്നെ വായിക്കും. നെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഇൻട്രസ്റ്റ്, നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിപ്പിച്ചെടുത്തതാണ്. ദ കിൽ ഓർഡർ ബൈ ജെയിംസ് ഡാഷ്ന എന്ന ബുക്കാണ്. നെക്സ്റ്റ് ബുക്ക് എരിക്ക സ്പിൻലറിന്റെ ദ ഫൈനൽ 7 എന്ന ബുക്കാണ്. ദ കൗണ്ട് ഡൗൺ ഹാസ് ബിഗൺ. ഈ ഒരു ബുക്ക്. നെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ദ ഹെൽപ്പ് ബൈ Atharian Stockett. I don't know whether the pronunciation is correct or what, but the help. ഇത്
ഞാൻ ആക്ച്വലി ഇവിടെ കുറച്ച് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് എടുത്തതാണ്. നെക്സ്റ്റ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് എ ഡൊമസ്റ്റിക് ദിഹ ബൈ സാറ മേ. അപ്പോൾ ഇതിൻ്റെ കവർ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ദ കളർ ആൻഡ് കളർ കോമ്പിനേഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ഐറിസ് മർദോക്കിൻ്റെ അണ്ടർ ദ നെറ്റ്. ഇതും ഒരു എന്താ പറയുക, ഒരു കവർ നല്ല കവർ. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണെങ്കിലും സ്റ്റിൽ നമുക്ക് ആ ഒരു കവർ നോക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റോഡ് മെൻറ്റർ ബൈ മൈക്കിൾ ഫെയർലെസ്. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് പെട്ടെന്ന് മേടിക്കണം ഒരു കുഞ്ഞു ബുക്ക് വയ്ക്കാൻ. അടുത്തത് ജെയിംസ് പാറ്റേഴ്സന്റെ വുമൺ ഓഫ് ഗോഡ്. ഇതും എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വായിക്കാൻ. അപ്പോൾ ഇത്രയും ബുക്ക് ഞാൻ ആക്ച്വലി ആദ്യം ഇത്രയും ബുക്കാണ് നമ്മൾ എടുത്തത് ഈ ഒരു ബോക്സിൽ. ഇപ്പോൾ എത്ര ബുക്സ് ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ ഒരു ബുക്കിന് 100-ൽ താഴെ വരൂലേ റേറ്റ്? ഓ മൈ ഗോഡ്, ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ പർച്ചേസ്. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നമ്മൾ 16 ബുക്സ് എടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ബുക്സ് ആണെന്നാണ് ഞാൻ എടുത്തതിൽ നിന്ന് മനസ്സിലാകുന്നത്. കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ടുള്ള ബുക്സ് ആണ്. സോ 16 ബുക്സ് നമ്മൾ 1500 rupees-ന് 16 ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ആക്ച്വലി ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ബുക്സ് ഒക്കെ ഇനി വായിച്ച് റിവ്യൂ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് കടമ്പ എന്ന് പറയും. യെസ്. അപ്പോൾ ഇതുപോലത്തെ ബുക്ക് ഫെയർസിന് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ഡൗൺ ബിലോ. സോ ദാറ്റ്സ് ഇറ്റ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ